ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ ഫിഫ കളിക്കാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സ്കോട്ടിംഗ് ജാമാണ് കളിക്കാൻ. ഞാൻ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായി, നമുക്ക് കളിക്കാം. സ്കോട്ടിംഗ് ജാം കളിച്ചിട്ട് കുറേ നാളായി. ഞാൻ ഇവിടെ ബാലൻജോർ B4-4 ടീമിൻ്റെ എഡിറ്റിങ് ചെയ്തതാണ്. നമുക്ക് ഇനി ഒപ്പോണൻറ്റിനെ കണ്ടുപിടിക്കണം. കൈസ ഓപ്പണൻറ്റിനെ കിട്ടിയുണ്ട്. ലാലിഗാൻ്റെ പ്ലെയേഴ്സായിട്ടാണ് അവൻ വന്നത്. അവൻ്റെ പേര് പ്രജ്വൽ സൊക്ട്രി എന്നാണ്. നമ്മുടെ കയ്യിൽ റൊണാൾഡോയും മെസ്സിയൊക്കെ എന്തൊക്കെ വരാനുണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് എടുത്തത്. കൈസ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ, അതാണ് അവന്മാരുടെ ഫോർമേഷൻ. നമ്മളെക്കായും അടിപൊളി റാങ്കപ്പൊക്കെ ഉള്ള പ്ലേയേഴ്സ് കണ്ടിരുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഈ കളി കണ്ടിട്ട് ഞാൻ പൊട്ടുന്നു തോന്നണം. എന്താ വെച്ചാൽ അവൻ്റെ നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈനിൽ കളിക്കുന്നതുകൊണ്ട് അവന്മാർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. ലാലിഗ പ്ലേയേഴ്സാണ് ഗൈസ്. ഇപ്രാവശ്യം ന്യൂ ഇവൻറ്റിൽ വന്ന് കണ്ട ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രീസ്മാനെ പറ്റില്ല. കിട്ടി പാസ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അന്യാ ഡിഫൻസ് അവന്മാർക്ക്. നമ്മളിങ്ങനെ ഓരോ കുത്തായിട്ടാണ് പോണേ. കിട്ടി അതെന്താ ഫൗളല്ലേ? ഗൈസ്, അപ്പോൾ ഒരു ഫൗൾ കിട്ടിയിട്ടുണ്ട്. അത് അടിച്ച് പോസ്റ്റിലേക്ക് ഗോൾ എത്താനൊന്നും പറ്റില്ലാന്നറിയാം. പാസിടാം സൈഡിലേക്കുള്ള. ഗൈസ്, ഇജാതി ഡിഫൻസാണ്. അമ്മാൻ്റെ ഡിഫൻസിൻ്റെ പേര് നമ്മളെ ആൾക്കാരൊന്നുമല്ല. ഫ്രീ കിക്ക് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് ലെഗ് മെസ്സിനെ കൊണ്ട് പോസ്റ്റിലേക്കൊന്നും അടിക്കാൻ പറ്റില്ല തോന്നുന്നു. എന്നുവെച്ചാൽ ഗോളി സുഖമായിട്ട് പിടിക്കും. കോർണർ കിട്ടിയുണ്ട്. ഇതെങ്കിലും ഗോൾ പറ്റണം. അത് ക്രിസ്ത്യാനോൻ്റെ അടുത്ത് ഹെഡ് ചെയ്യാൻ പറഞ്ഞാൽ ക്രിസ്ത്യാനോയെ കാണാനും പറ്റില്ല. ഗൈസ്, നമ്മളെക്കായും അടിപൊളി പ്ലേയേഴ്സ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് കയറിപ്പോവും. നമ്മളെ പ്ലേയേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ട ഒരു ഗോൾ അടിച്ചാൽ മതി. ഗൈസ്, ഇജാതി ഇൻസൾട്ട്. ബാക്കടിക്കല്ല. ഇൻസൾട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇജാതി ഇൻസൾട്ട്. ഇവിടൊന്നും മാറ്റട കളിയാക്കാണ്ട് വൃത്തികെട്ടവനെ. ഗൈസ്, ഇജാതി ഇൻസൾട്ട്. ഇതിന് നമ്മൾ പകരം വിട്ടു ഗൈസ്. ഇന്നൊരു ഗോൾ അടിച്ചിട്ട് എൻ്റെ പേര് അറ്റിക്കോ. എന്നിട്ട് നിങ്ങൾ ഒരു ഗോൾ അടിച്ചിട്ട് എൻ്റെ പേര് അറ്റിക്കോ കാണിച്ചു തരാൻ. എന്താ ഭയമറിട്ട് അവിടെ ഫൗളൊക്കെ ഉണ്ടായ നമ്മൾ കയ്യിൽ നിന്ന് പന്ത് പോകുമ്പോഴേക്കും അവന്മാരുടെ അടുത്തില്ല. ഇതാ പ്രശ്നം. ഇജാതി ഡിഫൻസ് അവന്മാർക്ക് സുഖമായിട്ട് അവന്മാർക്ക് തറ്റും, നമുക്ക് തറ്റില്ല. അത് ആർക്കുള്ള വന്ന നമ്മളെ ഗോളിക്കുള്ളതാ. ഇവിടെ ആരും ഉണ്ടായില്ലല്ലോ, നന്നായി. ചെറിയ ലാഗുണ്ട് ഗൈസ്. ഗൈസ്, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. ഞാൻ ഒരു ഗോൾ അടിക്കൂല. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. ഇനി എൻ്റെ പേരൊന്നും മാറ്റിട്ടില്ല. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കും. അത് ഇജാതി ഇൻസൾട്ട്. അവൻ മാറ്റത്. ഒരു നാൾ തൊപ്പിയാരാണ്. ഒരു നാൾ ഇതെന്താ പടയാ? ബെസ്റ്റ് പോയി. അതെ, അടുത്ത ഗോൾ അടിക്കാൻ പോകുന്നു. ഗ്രീസ്മാനെ ഒഴികൊണ്ട് കളി നോക്കും.
ഇനി ഹാഫ് ടൈമിൽ 2 ഗോൾ പൊട്ടിയുടെ മോനെ പൊട്ടി. ഹാഫ് ടൈമിൽ നമ്മൾക്ക് ടച്ച് ഇല്ല കാരണം ഒന്നും ചാറ്റില്ല. ഇതെങ്കിലും ഓടി ഗോള് ഗോൾ ഗ്രീസ്മാന്റെ ഗോൾ. ഞാനിത് പറയണേനൊക്കെ ഓപ്പോസിറ്റ് പോലെ നടക്കണ പാസ്. അയ്യോ പോയി കിട്ടി പോട്ടെ. എന്നൊരു വൈബ് കഴിക്കും നമ്മൾ. ഗോളടിക്കല്ലേ ഗോൾ അടിച്ചോ. പിന്നെ ഗ്രീസ്മാൻ അവന്മാരുടെ ലാഗില്ല. പ്ലേയേഴ്സ് 110 ഗ്രീസ്മാൻ എസ്റ്റ്. ഈ കളി പൊട്ടി. ഞാൻ പറഞ്ഞില്ലേ അവന്മാരുടെ കട്ട പ്ലേയേഴ്സ് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതിനും വേണം. എൻ്റെ അക്കൗണ്ടാണെങ്കിൽ പിന്നെ സുഖമാകുന്നു ഗൈസ്. പിന്നെ ഈ ബാലൻഡോ 2 പ്ലേയേഴ്സില്ലേ അതിൻ്റെ അകത്ത് മര്യാദക്കുള്ള ഫോർമേഷനുള്ള പ്ലേയേഴ്സൊന്നും കിട്ടില്ല. CM ഒക്കെ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. ബാലൻഡോർ 1 ആണെങ്കിൽ എല്ലാം കറക്റ്റായിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ റാങ്ക് കുറവായിരിക്കും. വ്യത്യാസം റാങ്ക് കുറവായിരിക്കും. റാങ്കപ്പൊക്കെ കൂടുതലായിരിക്കും. പക്ഷെ 1 റാങ്കപ്പ് കുറവും ഫോർമേഷനൊക്കെ കറക്റ്റായിരിക്കും. പക്ഷെ 2 റാങ്കപ്പൊക്കെ കൂടുതലും ഫോർമേഷൻ തെറ്റുമായിരിക്കും. എന്നുവെച്ചാൽ 2 ഇപ്പോൾ റൊണാൾഡിനോയും അങ്ങനെ മെസ്സിയും റൊണാൾഡോയൊക്കെ ഉണ്ടെന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഫോർമേഷൻ ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 എടുത്താലും 1 എടുത്താലും കാണുക. പക്ഷേ എനിക്ക് ഇത്തിരി കൂടി ബെറ്ററായിട്ട് തോന്നിയത് 1 ആട്ടോ. അപ്പോൾ ഈ കളി നമ്മൾ തോക്കാറായി. ഒന്നും ചെയ്യാറ്റില്ല. ജാതി കളിയാ പിടി. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് നാളെ ഈ കളി പൊട്ടും. എന്താണെന്ന് വെച്ചാൽ ഇനി ഇച്ചിരി നേരം കൊണ്ടുള്ളൂ. 2 സെക്കൻഡാണ് കണ്ടത്. ഇതുകൊണ്ടൊന്നും ചെയ്യാറ്റില്ല നമുക്ക്. അത് ആർക്കുള്ള പന്താർന്ന് കക്കടിച്ചു കൊടുത്തത്. കളി കഴിഞ്ഞ് നമ്മൾ തോറ്റിരിക്കുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് നാളെ ലാലിഗ പ്ലേയേഴ്സായിട്ട് വരാം. അതിനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ സ്കോട്ടിംഗ് ചാമ്പിൽ ഫസ്റ്റ് വരുന്നതും സ്കോട്ടിംഗ് ചാമ്പിൽ നമ്മൾ ജയിക്കുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതും കളിക്കും, UCL കളിക്കാൻ പോകും. അപ്പോൾ ഇവിടെ ഞാൻ ഈ കളി നിർത്തുകയാണ്. നമ്മൾ റിമൈനിങ് വിക്ടറീസ് കണ്ടിന്യൂ കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കളി തോറ്റുണ്ട്. നമ്മൾ നാളെ ലാലിഗ പ്ലേയേഴ്സ് ഇട്ട് തന്നെ നമുക്ക് ലാലിഗ പ്ലേയേഴ്സിൻ്റെ വലിയ കാര്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണേ. എക്സ്പീരിയൻസ് കൊണ്ട് എന്താ പറ്റണമെന്ന് അറിയും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്.